Hi friends, welcome to GCOM PSC. ഫയർമാൻ, ഫയർ വുമൺ എക്സാമുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2026 ലേറ്റസ്റ്റായി നടന്ന ഫയർമാൻ ഡ്രൈവർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്ക് ഈ ഒരു 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് കവർ ചെയ്താൽ തന്നെ 20-ൽ 20 മാർക്കും നിങ്ങൾക്ക് നേടാൻ പറ്റും. ഞങ്ങൾ ഇതിനു മുമ്പ് ഈ ഒരു ഭാഗത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് ഫയർ അതേപോലെ ഫസ്റ്റ് എയ്ഡ്, ഇങ്ങനെ 2 പാർട്ടായിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഉള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള 4 ക്ലാസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണ്ടവർ ക്ലാസ് കാണുക. ഇതിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ക്ലാസ് സി ഫയറുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞു ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിരിക്കുന്നത് അവിടെ ഒരു അണ്ടർലൈൻ ചെയ്തേക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. 1 മാർക്ക് പോലും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എപ്പോഴും അവിടെ ഒരു അണ്ടർലൈൻ ഞങ്ങൾ ചെയ്തേക്കുക. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലാസ് സി ഫയർ. ക്ലാസ് സി ഫയർ എന്താ? ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് എന്ത്? ക്ലാസ് സി ഫയർ. ഓക്കെ, അപ്പോൾ ഉത്തരം എന്താ? സി ആണ് ഉത്തരം. സി. ഒരു ചോദ്യം കൂടി നോക്കിക്കോ. 2025 ചോദിച്ചൊരു ചോദ്യമാണ്. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏതാ? ഡി ആണ് ഉത്തരം. ക്ലാസ് ഡി ഫയർ. ക്ലാസ് ഡി ഫയർ. അപ്പോൾ ഈ ഫയറുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾ എല്ലാ ക്ലാസ്സും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയായാലും ചോദ്യം ഉണ്ടാവും. ABCD ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ നേരത്തെയുള്ള ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ജ്വലനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ഓക്കെ, ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ജ്വലനവുമായി ബന്ധപ്പെട്ട് ശരിയായത്. ജ്വലനത്തിന്റെ നിലനിൽപ്പിന് ജ്വലന സ്വഭാവമുള്ള വസ്തുവിന്റെയും ഓക്സിജന്റെയും ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. ശരിയാണ്. ജ്വലനം ഒരു താപമോചക രാസപ്രവർത്തനമാണ്, എക്സോതെർമിക് ആണ്. ശരിയാണ്, അത് ശരിയാണ്. ഒരു വസ്തു ഓക്സിജനുമായി സംയോജിച്ച് താപവും പ്രകാശവും പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ് ജ്വലനം. ഇത് ശരിയാണോ? ശരിയാണ്. ഇത് 3 ശരിയാണ്. എ ആണ് ഉത്തരം. ഇത് 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഒരു വസ്തു ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ ഡാഷ് എന്ന് പറയുന്നു. എന്താ? അതായത് പുറത്തുനിന്നൊരു ജ്വലന സ്രോതസ്സിന്റെ ആവശ്യമില്ലാതെ വായുവിൽ ഇത് സ്വയം കത്തുന്നതിനെ എന്ത് പറയുന്നു? ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഡി ആണ് ഉത്തരം. ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഓക്കെ, ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഉത്പതനം, സബ്ലിമേഷൻ എന്ന പ്രക്രിയ ചുവടെ ചേർക്കുന്ന ഏത് ഖരപദാർത്ഥത്തിലാണ് സംഭവിക്കാത്തത്? സബ്ലിമേഷൻ എന്ന പ്രക്രിയ ഏത് ഖരപദാർത്ഥത്തിലാണ് സംഭവിക്കാത്തതാ ചോദിച്ചിരിക്കുന്നത്? സംഭവിക്കാത്തത്. ഓക്കെ, ബി ആണ് ഉത്തരം. സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ്. ഓക്കെ, ഈ ടേംസ് ഒക്കെ നിങ്ങൾ ആ പ്രീവിയസ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് എടുത്ത് കാണുക. താഴെ പറയുന്നവയിൽ ഏത് അവസ്ഥയിലാണ് സംവഹനം കൺവെക്ഷൻ പ്രധാനമായും നടക്കുന്നത്? ഏത് അവസ്ഥയിലാണ് സംവഹനം പ്രധാനമായും നടക്കുന്നതായി ചോദിച്ചിരിക്കുന്നത്? സംവഹനം ഏതാ? ഡി ആണ് ഉത്തരം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും മാത്രം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും മാത്രമാണ് കൺവെക്ഷൻ നടക്കുന്നത്. ഓക്കെ. ദ്രവരൂപത്തിൽ അമോണിയ കൊണ്ടുപോകുന്ന ടാങ്കറുകളിൽ നിർബന്ധമായും പ്രദർശിപ്പിക്കേണ്ട UN നമ്പർ ഏതാണ്? ഓക്കെ, അമോണിയ കൊണ്ടുപോകുന്ന ടാങ്കറുകളിലാണ്. അതായത് യുണൈറ്റഡ് നേഷൻ നിർദ്ദേശിക്കുന്ന ഒരു നമ്പർ ഉണ്ട്. ഇതുപോലുള്ള ഹസാർഡസ് മെറ്റീരിയൽസ് കൊണ്ടുപോകുമ്പോൾ അതിൽ നിർബന്ധമായിട്ട് പ്രദർശിപ്പിക്കേണ്ട ഒരു നമ്പർ. ഇതിൽ അമോണിയ കൊണ്ടുപോകുന്ന കാര്യം ചോദിച്ചിരിക്കുന്നത്. അമോണിയ കൊണ്ടുപോകുന്ന ഏതാ? സി ആണ് ഉത്തരം. UN 1005. 1005 ഈ നമ്പറാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഇത് കഴിഞ്ഞ എക്സാമിലും ഇതിന് മുമ്പിലുള്ള എക്സാമിലും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോഴും അമോണിയ അല്ല ചോദിക്കുന്നത്, എല്ലാം മാറി മാറി ചോദിക്കാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ചോദ്യം കൂടി കണ്ടോളൂ ഈ ഒരു ഭാഗത്തു നിന്നുള്ള. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPGക്ക് നൽകിയിരിക്കുന്ന യുണൈറ്റഡ് നേഷൻ നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ്? LPGക്ക് ഏതാ? എ ആണ് ഉത്തരം. എ 1075. ഓക്കെ, 1075 എന്ന് പറയുന്നത് LPG ആണെന്ന് ഓർക്കുക. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. LPG ചോദിച്ചു, അമോണിയം ചോദിച്ചു. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലുള്ളതും കൂടി ഒന്ന് പഠിച്ചേക്കുക. 1017 UN1017 UN1017 ഏതിൻ്റെയാ? ക്ലോറിനാണ്, ക്ലോറിൻ ഗ്യാസ്. 1017 എന്ന് പറയുന്നത് ക്ലോറിൻ ഗ്യാസ് ആണ്. ക്ലോറിൻ ഗ്യാസിനെ കൊണ്ടുപോകാനുള്ള നമ്പറാണ്. 1831 UN1831 എന്താ? സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, ഇതിങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിച്ചേക്കുക, വേറൊരു വഴിയില്ല. ഇതിങ്ങനെ തന്നെ ചോദിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, LPG ചോദിച്ചു, അമോണിയം ചോദിച്ചു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അത് തന്നെ റിപ്പീറ്റ് ആയിട്ടും വരാം. UN2031 എന്താ? നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ്. ഈ 4 എണ്ണം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. കൂട്ടത്തില് LPG, അമോണിയ ഇതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നൈട്രിക് ആസിഡ് 2031 നൈട്രിക് ആസിഡിനെ സൂചിപ്പിക്കാനാണ് ഈ നമ്പർ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതൊന്ന് ബൈഹാർട്ട് പഠിച്ചു വെച്ചേക്കുക. അടുത്ത ചോദ്യം നോക്കാം. മൾട്ടിപർപ്പസ് ABC ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷറുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ്? ഓക്കെ, ABC ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ സാധാരണ ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാ? എ ആണ് ഉത്തരം. മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ഓക്കെ. ഡ്രൈ കെമിക്കൽ പൗഡർ ഫയർ എക്സ്റ്റിംഗ്വിഷറുകളിൽ പൗഡർ പുറത്തേക്ക് തള്ളുന്നതിനായി ഉപയോഗിക്കുന്ന വാതകം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, ഇപ്പോൾ DCP ഫയർ എക്സ്റ്റിംഗ്വിഷറിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെ പൗഡർ പുറത്തേക്ക് തള്ളുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന വാതകം ഏതാ? ബി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിച്ചു വെച്ചേക്കുക. DCP ഫയർ എക്സ്റ്റിംഗ്വിഷറുകളിൽ പൗഡർ പുറത്തേക്ക് തള്ളുന്നതിനായി ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ. യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപമാണ് എന്ത്? വിശിഷ്ട താപധാരിത. ഓക്കെ. MSDS ഇതിന്റെ പൂർണ്ണ രൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? MSDS ഏതാ? ഡി ആണ് ഉത്തരം. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഇങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിച്ചു വെച്ചുക. MSDS മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ശ്വാസം സാധാരണ രീതിയിൽ പ്രതികരിക്കാത്ത ഒരു മുതിർന്ന വ്യക്തിയെ കണ്ടാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് എയ്ഡിന്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങളാണ്. ശ്വാസം എടുക്കാത്ത രീതിയിൽ ഒരു മുതിർന്ന വ്യക്തിയെ കണ്ടാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എന്താ ഉത്തരം? സി ആണ് ഉത്തരം. തോളിൽ തട്ടി ഉറക്കെ വിളിച്ച് പ്രതികരണം പരിശോധിക്കുക. ഓക്കെ, ഇങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളൊന്ന് അയാളെ തട്ടി വിളിച്ച് നോക്കുക. അതിനുശേഷമാണ് നിങ്ങൾ പൾസും നോക്കേണ്ടതും CPR ചെയ്യേണ്ടതൊക്കെ അതിനുശേഷമാണ്. ആദ്യം ചെയ്യേണ്ടത് തോളിൽ തട്ടി ഉറക്കെ വിളിച്ച് പ്രതികരണം പരിശോധിക്കുക. നിലവിലെ AHA മാർഗനിർദ്ദേശവും ഒരു രക്ഷകൻ ചെയ്യുന്ന മുതിർന്നവരുടെ CPR-ൽ നെഞ്ചമർത്തലും ശ്വാസവും തമ്മിലുള്ള അനുപാതം എത്ര? CPR നിങ്ങൾക്ക് അറിയാലോ. ഇതിലെ നെഞ്ചമർത്തലും ശ്വാസവും തമ്മിലുള്ള അനുപാതമാണ് ചോദിച്ചിരിക്കുന്നത്. ബി ആണ് ഉത്തരം. 30 നെഞ്ചമർത്തലിന് 2 ശ്വാസം. 30 നെഞ്ചമർത്തൽ 2 ശ്വാസം. ഇതാണ് അനുപാതം. ഓക്കെ, ഇതിങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിച്ചേക്ക്. CPR കൊടുക്കുമ്പോൾ 30 നെഞ്ചമർത്തലും 2 ശ്വാസവും. ഹൃദയസ്തംഭനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് AED എന്നാൽ എന്താ? AED ബി ആണ് ഉത്തരം. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. ഇതിങ്ങനെ തന്നെ പഠിക്കുക. AEDയുടെ ഫുൾ ഫോം ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ഓപ്ഷൻസിനെ മാറ്റി മാറ്റി തന്ന് ചോദിക്കാറുണ്ട് AEDയുടെ ഫുൾ ഫോം. ഹൃദയസ്തംഭനത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് AED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. ഓക്കെ. ഹെംലിക് മാനുവർ അഥവാ അബ്ഡോമിനൽ ത്രസ്റ്റ് ഏത് അടിയന്തരാവസ്ഥയ്ക്കുള്ള ശരിയായ പ്രഥമ ശുശ്രൂഷയാണ്? ഹെംലിക് മാനുവർ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു? ബോധമുള്ള മുതിർന്ന വ്യക്തിയുടെ ഗുരുതരമായ ശ്വാസതടസ്സം അഥവാ ചോക്കിംഗ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യുന്നതാണ് ഹെംലിക് മാനുവർ. ഓക്കെ, അതായത് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഒരാൾ ചോക്കിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ പുറകിൽ പോയി അവരുടെ അബ്ഡോമൻ നമ്മൾ അമർത്തുന്ന ഒരു രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ചോക്കിംഗ് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും അന്നനാളത്തിൽ കുടുങ്ങി കഴിഞ്ഞാൽ അതിനെ പുറത്തോട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നും അങ്ങനെ തന്നെ പഠിച്ചേക്കുക. ഹെംലിക് മാനുവർ. ഓക്കെ, ഹെംലിക് മാനുവർ. ചോക്കിംഗ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസനാളത്തിലോട്ട് ഫുഡ് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, വിഷമുള്ള പാമ്പ് കടിയേറ്റാൽ ശരിയായ പ്രഥമ ശുശ്രൂഷ എന്താണ്? ഓക്കെ, വിഷമുള്ള പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യും?
എന്താ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക? കടിച്ച ഭാഗം മുറിച്ച് വിഷം വലിച്ചെടുക്കും, കടിച്ച ഭാഗത്തിന് മുകളിൽ മുറുക്കി കെട്ടും. എന്താ ചെയ്യുക? സി ആണ് ഉത്തരം. രോഗിയെ ശാന്തനാക്കി കടിയേറ്റ കൈ കാൽ അനക്കാതെ വെച്ച് ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക. സി ആണ് ഉത്തരം, സി. ഓക്കെ, ഞാൻ ഇത് ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വലിയ വൈദ്യനോ പാമ്പാട്ടിയോ ഒന്നും ആവാൻ ശ്രമിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് രോഗിനെ ശാന്തനാക്കി കൈയും കാലം എവിടെയാ കടിച്ചെന്ന് വെച്ചാൽ അനക്കാതെ എന്ത് വേണം? ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കണം. ഓക്കെ ഓക്കെ വിഷമുള്ള പാമ്പ് കടിയേറ്റാൽ ശരിയായ പ്രഥമ ശുശ്രൂഷ എന്താണ്? വീണ്ടും ഇതേ ഭാഗത്തുള്ള ചോദ്യമാണ്. ഓക്കെ, ആ ചോദ്യം തന്നെ റിപ്പീറ്റഡ് ആവുന്നൂടി ആഡ് ചെയ്ത് പോയെന്നേ ഉള്ളൂ. ഓക്കെ, മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ ശുപാർശ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷ എന്ത്? മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ എന്താ ഇതിൽ ചെയ്യുന്നത്? ബി ആണ് ഉത്തരം. മുന്നോട്ട് കുനിഞ്ഞ് മൂക്കിന്റെ മൃദുവായ ഭാഗം 10-15 മിനിറ്റ് പിടിച്ചമർത്തുക. ഓക്കെ, ബി ആണ് ഉത്തരം. സംസാരിക്കാനോ ചുമക്കാനോ കഴിയാത്ത ശ്വാസതടസ്സമുള്ള ബോധമുള്ള മുതിർന്ന വ്യക്തി കാണിക്കാൻ സാധ്യതയുള്ള സാർവത്രിക ലക്ഷണം എന്താണ്? നോർമലി ചുമക്കാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള ശ്വാസതടസ്സമുള്ള ഒരു വ്യക്തി നോർമലി കാണിക്കുന്ന ഒരു ലക്ഷണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ തന്നില്. എന്താ? ഓക്കെ, എ ആണ് ഉത്തരം. 1-2 കൈകൾ കൊണ്ട് തൊണ്ടയിൽ പിടിക്കുക. 1-2 കൈകൾ കൊണ്ട് തൊണ്ടയിൽ പിടിക്കുക. ഓക്കെ, എല്ല് തൊലി പൊട്ടിച്ച് പുറത്തേക്ക് വന്നിട്ടുള്ള തുറന്ന ഒടിവിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? അതായത് നമ്മുടെ എല്ല് പൊട്ടി അത് നമ്മുടെ ത്വക്കിന്റെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ ചോദിച്ചിരിക്കുന്നത്. എന്താ? മുറിവ് അണുവിമുക്തമായ തുണി കൊണ്ട് മൂടി എല്ലിൽ അമർത്താതെ കൈകാൽ സ്പ്ലിന്റ് ചെയ്യുക. സ്പ്ലിന്റ് ചെയ്യുക. ഓക്കെ, സി ആണ് ഉത്തരം, സി. ഈ സ്പ്ലിന്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. സ്പ്ലിന്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ കൈയും കാലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് കെട്ടുന്ന കാണാറില്ലേ? ഇതിനെയാണ് സ്പ്ലിന്റ് എന്ന് പറയുന്നത്. ആ ഭാഗത്തിന് മൂവ്മെന്റ് കിട്ടാത്ത രീതിയിൽ മുകളിലും താഴെയും സ്കെയിൽ വെച്ച് തുണി അതിന് മുകളിൽ കെട്ടാറില്ലേ? ഇതിനെയാണ് സ്പ്ലിന്റ് എന്ന് പറയുന്നത്. അതായത് സ്പ്ലിന്റ്. സി ആണ് ഉത്തരം. നട്ടെല്ലിന് പരിക്ക് സംശയിക്കുന്ന വ്യക്തിയെ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം. നട്ടെല്ലിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? തല, കഴുത്ത്, നട്ടെല്ല് എന്നിവ നേരെയാക്കി നിർത്തുക. ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ മാത്രം അനക്കുക. ഓക്കെ, എ ആണ് ഉത്തരം, എ. അപസ്മാരം വന്ന വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷയിൽ ശരിയായത് ഏത്? അപസ്മാരം വന്നു കഴിഞ്ഞാൽ ഏതാ? താക്കോല് കയ്യിൽ കൊടുക്കാൻ, ശക്തിയായി പിടിച്ചു നിർത്തുക, പരിക്കുകൾ ഒഴിവാക്കാൻ, ചുറ്റുപാടുകൾ സുരക്ഷിതമാക്കുക. സി ആണ് ഉത്തരം. പരിക്കുകൾ ഒഴിവാക്കാൻ, ചുറ്റുപാടുകൾ സുരക്ഷിതമാക്കുക. നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ കാണുന്ന പോലെ അപസ്മാരം വന്നു കഴിഞ്ഞാൽ താക്കോൽ കൂട്ടം കൊടുക്കുക. ഇത് ശരിയാണെന്നൊന്നും നിങ്ങൾ വിചാരിച്ചു പോകാൻ പാടില്ല. അങ്ങനെയൊന്നും രീതികളില്ല. അതൊക്കെ പണ്ട് ചെയ്യുന്നതാണ്. ഉത്തരം എന്താ? പരിക്കുകൾ ഒഴിവാക്കാൻ, ചുറ്റുപാടുകൾ സുരക്ഷിതമാക്കുക. സ്പ്ലിന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു സ്പ്ലിന്റ് ചോദിക്കാറുണ്ടെന്ന്. ഇത് സ്പ്ലിന്റിനെ പറ്റി വന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സ്പ്ലിന്റ് താഴെ പറയുന്നവർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസ്ഥിഭംഗം, ഫ്രാക്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്പ്ലിന്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ, ഇതും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്താ? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. ഇത് കുട്ടികളിലാണ് കാണുന്നത് കൂടുതൽ. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളെ ഓർക്കുക, ഒരു ഭാഗം ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന പോലെ, പച്ചവടി വളഞ്ഞിരിക്കുന്ന പോലെ ചിന്തിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോലീസ്, ഫയർമാൻ, ഡ്രൈവർ എക്സാമിന് വേണ്ടി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങളുടെ ഏറ്റവും പുതിയ പോലീസ് ഡ്രൈവർ ബാച്ച് അടുത്ത മാസം 10-ാം തീയതിയോടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പോലീസ് ഡ്രൈവറിന് വേണ്ടി മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ആണ്. പിന്നെ ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ, ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ അടിസ്ഥാനമാക്കി ഈ എക്സാമിന് വരാൻ ഏറ്റവും സാധ്യതയുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഈ എൻ്റയർ സിലബസ് കവർ ചെയ്യുന്ന പരിപാടി ഇല്ല. എല്ലായിടത്തും നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകളും സോഴ്സും നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനിമം 15 ക്ലാസ്സുകൾ, അതാണ് നമ്മൾ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നത്. ഈ ഒരു എക്സാം പാസ്സാവാൻ നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗത്തു നിന്നുള്ള, നമ്മളിപ്പോൾ യൂട്യൂബിൽ ചെയ്യുന്ന ഇതേ മാതൃകയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സിന്റെ മാതൃക അറിയണമെങ്കിൽ ഞങ്ങളുടെ ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോക്കാം. ഈ ഒരു രീതിയിലുള്ള മിനിമം ഒരു 15 ക്ലാസ്സുകൾ
അതിൻ്റെ ക്ലാസ് നോട്ട്, പിന്നെ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സിൻ്റെ നോട്ട് വേണമെങ്കിൽ അതിൻ്റെ PDF നോട്ട്സ്, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ക്ലാസ് ഓൺലൈൻ ആയിരിക്കും. നിങ്ങൾക്ക് ഡ്രൈവിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ക്ലാസ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 499 ആണ്. 499. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ ചെറിയൊരു ഫീസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ചില കുട്ടികൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങളൊരു മെൻറ്റർഷിപ്പ് ബാച്ച് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞങ്ങൾ എക്സാം വരെ ഡെയിലി ടാർഗറ്റ്, എക്സാം വരെ അല്ല, നിങ്ങളുടെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ എത്ര ഒരു മാക്സിമം കവർ ചെയ്ത് തീരുന്നവരെ മിനിമം ഒരു 60 ദിവസത്തോളം ഡെയിലി ടാർഗറ്റ് തരുന്നതായിരിക്കും. വീക്കിലി ടെസ്റ്റ് തരുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് 1-to-1 മെൻറ്റർഷിപ്പ് ഓൺലൈനായോ ഓഫ്ലൈനായോ നിങ്ങൾക്ക് 1-to-1 മെൻറ്റർഷിപ്പും ഞങ്ങൾ നൽകുന്നതായിരിക്കും. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ വരുന്ന ഡൗട്ട്, അതേപോലെ ഡെയിലി ടാർഗറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ ഞങ്ങൾ എൻഷുർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് നേരിട്ട് ഞങ്ങളോട് ചോദിക്കാവുന്നതായിരിക്കും. ഈ ഒരു ബാച്ചിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1299 രൂപയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അവസാന എക്സാം ഡേറ്റ് വരുന്നവരെ കാത്തിരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. നിങ്ങളുടെ ലക്ഷ്യം ഈ ഒരു പോലീസ് ഡ്രൈവർ എക്സാം ആണെങ്കിൽ നേരത്തെ തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുടെ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.